ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആർട്ടിസ്റ്റോളിക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഹാമ്പർ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ആൻഡ് ഇതുപോലുള്ള കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ഐറ്റം ഫ്രെയിംസ് ആയിക്കോട്ടെ, ഹാമ്പേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ബോക്സിലാണ് നമ്മൾ ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മൾ പുറത്ത് ഷോപ്പിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ളൊരു ബോക്സാണ്. ഇതുപോലെ നമ്മൾ എന്താ പറയുക, ഫോം ബോർഡ്സ് വാങ്ങിയിട്ട് നമ്മുടെ ഗിഫ്റ്റിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു റെഡിമെയ്ഡ് ബോക്സാണ്. ആൻഡ് ഇതിലാണ് നമ്മൾ ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബോക്സിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അടിപൊളി ക്വാളിറ്റിയാണ്. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഒരു എന്താ പറയുക ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ഷീറ്റാണുള്ളത്. അപ്പോൾ നമുക്ക് ഉള്ളിലുള്ള ഹാമ്പറിനകത്തുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി ഞാനിതിന് യൂസ് ചെയ്തിട്ടുള്ളത് ഇതുപോലൊരു വൈറ്റ് ഫ്ലവറാണ്. വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ്, ഒരു ക്രീം കളറൊക്കെ. അവരെന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാമ്പർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം മാക്സിമം ആക്കാൻ വേണ്ടി നോക്കണം എന്നുള്ളത്. സോ അങ്ങനെ ഞാനിതാ A5-ൻ്റെ ഒരു വൈറ്റ് ഫ്രെയിമും അതുപോലെ തന്നെ കുറച്ച് ഓഫ് വൈറ്റ് കളറുള്ള ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. ദെൻ അവർ പറഞ്ഞ ചോക്ലേറ്റ്സ് ആണ്, കുറച്ച് ഫെറേറോ റോഷറും ബൗണ്ടിയും ഗാലക്സിയുമാണ് അവർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സും എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആദ്യം നമ്മൾ ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യും എന്നൊരു റഫ് ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബോക്സിന് താഴെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് നമ്മളിതൊന്ന് കുറച്ച് പൊന്തി നിൽക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു തെർമോക്കോൾ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ തെർമോക്കോൾ നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 2 ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ട ആ രീതിയിൽ, എത്ര ഹൈറ്റാണോ വേണ്ട ആ രീതിയിൽ നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു ഹൈറ്റ്, 2 സൈഡിലും ചെറിയൊരു ഹൈറ്റിൽ തെർമോക്കോളിൻ്റെ പീസ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു തെർമോക്കോൾ വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തെർമോക്കോൾ ലാഭിക്കുകയും ചെയ്യാം, അതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഹൈറ്റിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ തെർമോക്കോൾ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഷർട്ട് ബോക്സസ് ഒക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തെർമോക്കോളിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഫ്രെയിം ആയതുകൊണ്ട് ഹാമ്പറിൻ്റെ ഭംഗിക്കും അതുപോലെ തന്നെ എന്താ പറയുക അതിനൊരു ഹൈറ്റ് തോന്നിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തെർമോക്കോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ റഫായിട്ട് ഇത് എങ്ങനെയാണ് വെച്ച് നോക്കിയിട്ടുള്ളത്. ആദ്യം ഒന്ന് വെച്ച് നോക്കിയാൽ പിന്നെ നമുക്കത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കാരണം നമ്മൾ എല്ലാത്തിൻ്റെയും താഴെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണല്ലോ വെക്കുന്നത്. അപ്പോൾ പിന്നെ പറിച്ചെടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിമിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളെ അവരൊരു ഐഡിയ പറയും, അതിനുശേഷം നമ്മൾ എഡിറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് കാണിച്ചു കൊടുത്ത് അവർ ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്രിൻ്റ് എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഫ്രെയിമിലാണ് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത്. A5 സൈസിൻ്റെ ഗ്ലാസ് ഫ്രെയിമാണ്, വൈറ്റ് ഫ്രെയിമാണ് കേട്ടോ. നമ്മളതിന് എന്താ പറയുക മെഷർമെൻ്റൊക്കെ നോക്കി അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് അവർ പറഞ്ഞത് A5-ൻ്റെ ഫ്രെയിം മതി എന്നാണ്. ഇപ്പം നമ്മൾ A4-ലാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രെയിം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ആ ഹാമ്പറിലേക്കൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോന്നും ഇപ്പോൾ തെർമോക്കോളിൽ ഫ്ലവേഴ്സ് വെക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഫ്ലവേഴ്സ് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ബാക്കി ചോക്ലേറ്റ്സും കാര്യങ്ങളും എന്താണോ വെക്കുന്നത് ഫ്രെയിം ആണെങ്കിലും നമ്മൾ അതിനൊന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് അതിന് താഴെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം ഇപ്പോൾ നമ്മൾ കൊറിയർ ഇന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി മാറാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് എന്തായാലും മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. പിന്നെ ഫ്രെയിം ആണെന്നുണ്ടെങ്കിലും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം ഫ്രെയിമിൽ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനലി ഹാമ്പർ വരുന്നത്. എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു പെർഫെക്റ്റ് ഐഡിയ ആണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ഞാൻ ചെറിയ ചെറിയ ഡെക്കറേഷൻസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.